ഇന്ന് തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ പറഞ്ഞിട്ടുണ്ട് 2004 ആവർത്തിക്കും. അതെ, 2004 വേണ്ടത്, 2009 വേണ്ടത്. 2004 എന്താ സംഭവിച്ചേ? കേരളത്തിൽ നിന്ന് 18 സീറ്റില് ഇടതുപക്ഷം ജയിച്ചു. അങ്ങനെ കോൺഗ്രസ് തോൽപ്പിച്ചാണ് ഡൽഹിയിലേക്ക് പോയെങ്കിലും ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ സർക്കാരിന് നിരുപാധിക പിന്തുണ നൽകി. അതാണ് ആവർത്തിക്കാൻ പോകുന്നത്. പക്ഷെ അദ്ദേഹം പറയണത്, ശശി തരൂർ പറയണത്, LDFന് ദേശീയ പ്രസക്തിയില്ല. LDFന്റെ ദേശീയ പ്രസക്തി എന്താ അറിയണമെങ്കിൽ 2004 UPA 1 സർക്കാരിനെ 2009 UPA 2 സർക്കാരിനെ താരതമ്യപ്പെടുത്തിയാൽ മതി. ഒന്നാം UPA സർക്കാരിൽ എത്രയോ അവകാശാധിഷ്ഠിത നിയമങ്ങൾ, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അറിയാനുള്ള അവകാശം, തൊഴിലിനുള്ള അവകാശം, ഇങ്ങനെയുള്ള അവകാശങ്ങൾ, നിയമങ്ങൾ പാസാക്കി ജനങ്ങൾക്ക് എത്രയോ ആനുകൂല്യങ്ങൾ നൽകി. പൊതുമേഖല വിറ്റൊഴിക്കാൻ വേണ്ടിയുള്ളൊരു മന്ത്രിയെ നിയമിച്ച പാരമ്പര്യം തിരുത്തി. ഇത്തരത്തിൽ ആഗോളവൽക്കരണ നയങ്ങൾ ആകെ തിരുത്താനൊന്നും സാധ്യമല്ലെങ്കിലും ജനങ്ങൾക്ക് കൂടുതൽ ക്ഷേമം നൽകുന്നതിനും ലക്കും ലഗാനുമില്ലാത്ത ആഗോളവൽക്കരണ നടപടികളിൽ നിന്ന് ഒന്ന് പിൻവാങ്ങാനും ഒന്നാം UPA തയ്യാറായി. എന്നാൽ ഇടതുപക്ഷമില്ലാത്ത, LDF ഇല്ലാത്ത രണ്ടാം UPA എന്ത്? ആകെ ആത്യന്തിക ഫലം ഒരു തിരിച്ചുവരവ് അസാധ്യമാക്കി തീർക്കുന്ന രീതിയിൽ കോൺഗ്രസ് തന്നെ തകർന്നു. അഴിമതിയുടെ കൂത്തരങ്കായി. ഇതാണ് LDFന്റെ പ്രസക്തി. ഇനിയിപ്പോ പുതിയ സർക്കാർ വരുമ്പോ ആ സർക്കാരിൽ RJD ഉണ്ടാവും, CPM ഉണ്ടാവില്ല. പക്ഷേ കോൺഗ്രസിന് ബദലായിട്ട്, അല്ല BJPക്ക് ബദലായിട്ട് ഒരു ഭരണം, അതിന് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരിക്കും. അതാണ് 2004 കാണിച്ചത്. ഇവിടെ അങ്ങനെ ബദൽ സർക്കാർ വരുമ്പോൾ ഇടതുപക്ഷ നിലപാടിൽ നിന്നുകൊണ്ട് ചില തിരുത്തലുകളെങ്കിലും വരുത്താൻ ഇപ്പോഴത്തെ വികസനത്തിലെ ഇന്ത്യ ലോകത്തിന്റെ 3ാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യക്കാരന്റെ വരുമാനം ഇന്ന് 142ാം സ്ഥാനത്താണ്. ഉണ്ടാവുന്ന വളർച്ച ഒരു പറ്റം ആളുകളുടെ കയ്യിലേക്ക് പോവുകയാണ്. ഇതിലൊരു തിരുത്തൽ. അത്തരത്തിലുള്ള തിരുത്തലിന് അതോടൊപ്പം കേരളത്തിന്റെ അവകാശങ്ങൾ ചോദിക്കും. ഇവിടെ 18 പേര് UDFന്റെ പാർലമെന്റിലുണ്ടായല്ലോ. കേരളത്തിന് എന്തെങ്കിലും അവകാശങ്ങൾക്ക് വേണ്ടി പോരടിച്ചിട്ടുള്ള ഒരു അനുഭവം കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ?
ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുനവെച്ചിട്ടുള്ളതാ. കേരളത്തെ സഹായിക്കാനല്ല, കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിനെതിരെ വിമർശനം കൊണ്ടുവന്ന് അതുടെ മാധ്യമങ്ങളെ പ്രചരിപ്പിക്കാനുള്ള ഏജൻസി പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നിപ്പോ എല്ലാം വ്യക്തമല്ലേ? കേന്ദ്ര സർക്കാർ തന്നെ സമ്മതിച്ചിരിക്കുന്നു 13,608 കോടി രൂപ കേരളത്തിന് അർഹതപ്പെട്ട വായ്പ നിഷേധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ മാനദണ്ഡങ്ങൾ, അതിനെതിരായിട്ട കേസ്, തർക്കമുള്ള വായ്പയോ തരാനുള്ള പണത്തെക്കുറിച്ചല്ല, അവതർക്കിതമായിട്ടുള്ളതെന്ന് കേന്ദ്രത്തിനും സമ്മതിക്കുന്നു. ഇത് കേരളത്തിനുള്ളതാണ്, പക്ഷെ ഇപ്പൊ തരാൻ പറ്റത്തില്ല, ഇന്നും തന്നിട്ടില്ല. ഏതെങ്കിലും ഒരു UDF നേതാവ് ഇത് ശരിയല്ല, ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരായിട്ട് ഉപരോധം ഏർപ്പെടുത്തുന്നത് അത് ശരിയല്ല എന്ന് പറയാൻ നാവ് പൊന്തിയിട്ടുണ്ടോന്ന്? വലിയ പോരാട്ടം ഇനിയും നടത്തേണ്ടതുണ്ട് കേരളത്തിന് വേണ്ടിയിട്ട്. അതിനും ഇടതുപക്ഷ സാന്നിധ്യം അനിവാര്യമാണ്. ഈ ഒരു രാഷ്ട്രീയം മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടല്ല ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പറയട്ടെ, നമ്മുടെയൊക്കെ പാർട്ടികൾ ദേശീയ തലത്തിൽ നമ്മുടേതായ മാനിഫെസ്റ്റോകൾ പുറത്തിറക്കും. പക്ഷെ ഈ പത്തനംതിട്ട മണ്ഡലത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നത്. ഇപ്പൊ കേരളത്തിലൊരു പൊതുബോധ്യവും പൊതുധാരണയും എന്താണെന്ന് വെച്ചാൽ, MP ആയ പിന്നെ നാട്ടിലെ കാര്യങ്ങൾക്കൊന്നൊരു ബന്ധവുമില്ല, അവർക്കാകെ ചെയ്യാൻ പറ്റുന്ന ഈ 5 കോടി രൂപയുണ്ടല്ലോ, അതുകൊണ്ട് ചിലപ്പോൾ ഹൈമാസ്റ്റ് ലൈറ്റും കുറച്ച് ബസ് ബേയും ഒക്കെ നിർമ്മിച്ചു കൊടുക്കുന്നത് അങ്ങനെ കാലക്ഷേപം കഴിക്കലാണെന്നുള്ളതാണ്. അങ്ങനെയല്ല. കേരള സർക്കാർ കേരള വികസനത്തിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് വിജ്ഞാന സമ്പദ്ഘടനയാണ് എന്ന് അംഗീകരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിലെ കൃഷി, വ്യവസായം, സേവനങ്ങൾ, ഇവയുടെയൊക്കെ സാങ്കേതിക അടിത്തറ ഏറ്റവും ആധുനികമായ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലാവും. അപ്പോഴേ നമ്മുടെ അഭ്യസ്ത വിദ്യരുടെ പ്രതീക്ഷകൾക്കനുസരിച്ച തൊഴിലവസരങ്ങൾ ഉണ്ടാവും. ഇതാണ് ലക്ഷ്യം. കേരളത്തിലെ ആദ്യത്തെ വിജ്ഞാന ജില്ലയായി പത്തനംതിട്ടയെ മാറ്റാൻ പറ്റണം. അതുകൊണ്ട് എന്റെ മുദ്രാവാക്യം വിജ്ഞാന പത്തനംതിട്ട എന്നുള്ളത്.